ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മുടെ പെർസെൻറ്റേജിന്റെ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്. കമ്പനിയിൽ ആകെ 300 ആൾക്കാരാണ് ഉള്ളത്. 300 തൊഴിലാളികളുണ്ട്. അവരില് 46% ആളുകൾ ആരാണ്? സ്ത്രീകളാണ്, വുമൻസ് ആണ്. അപ്പോ അതിൽ എത്ര പേര് സ്ത്രീകളാണെന്നാ ചോദിക്കുന്നത്. അതായത് ഒരു കമ്പനിയിൽ 300 വർക്കേഴ്സ് ഉണ്ട്. ആ 300 വർക്കേഴ്സില് കുറച്ച് പേര് ആരാണ്? ആണുങ്ങൾ, മെൻസ് ആണ്, കുറച്ച് പേര് വുമൻസ് ആണ്. അതില് വുമൻസ് 46% ആണ് വുമൻസ്. അപ്പോ എത്ര പേരാണ് വുമൻസ് ഉള്ളത്? വുമൺ ഉള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? ഇത്ര പേരില് അതിന്റെ 46% എത്രയാണെന്ന് കാണണം. അതെങ്ങനെ കാണാം? 300 into 100 അടിയിലുണ്ടാവും 100ന്റെ 46 പാർട്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 300 divided by 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എന്ന് കിട്ടും. 3 into 46 അല്ലേ? ഇതിന് നമ്മൾ 300ലെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. പിന്നെ into 46 എന്നല്ലേ വരിക? അപ്പൊ എത്രയാ വരിക? 3 into 46 138. നിങ്ങൾ ചെയ്ത് നോക്കണ്ടു കേട്ടോ. അപ്പൊ ഇത്രയ്ക്ക് പേരാണ് വുമൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ആണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു കാറിന്റെ പ്രൈസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇതൊരു കാറിന്റെ പ്രൈസ് ആണ്. അപ്പൊ ഈ കാറ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. അടുത്ത മാസം മുതൽ അവർ 2% കാറിന്റെ വില കുറയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോ അടുത്ത മാസം എത്രയാവും പ്രൈസ് എന്നാണ് നമ്മൾ കാണേണ്ടത്. എത്ര രൂപ കാറിന് കുറയും എന്നും അടുത്ത മാസം മുതൽ അവർ എത്ര രൂപയ്ക്കാണ് പിന്നെ ഈ കാറ് വിൽക്കുന്നത് എന്നുമാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് കാറിന്റെ പ്രൈസ് എത്രയാണ്? കാറിന്റെ പ്രൈസ് 53 പിന്നെ 40. ഇത്രയ്ക്ക് രൂപയുണ്ട് നമ്മുടെ കാറിന്. അപ്പൊ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് പോലെ എന്ത് ചെയ്യും? 2% കാറിന് വില കുറയ്ക്കും ആണല്ലോ. അപ്പോ നമ്മൾ ആദ്യം കാണേണ്ടത് എത്ര രൂപ കുറയ്ക്കുന്നതാണ്. എത്ര രൂപ കുറയ്ക്കുന്നത്? ഇതിന്റെ 2% കുറയ്ക്കും. ഈ ഒരു സംഖ്യയുടെ 2% നമ്മൾ എങ്ങനെ കാണുക? ആദ്യം ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 100ൽ 2 പാർട്ട് എത്രയാണെന്ന് കാണണം. ആ കാണുന്ന സമയത്ത് നോക്കി ഇതിങ്ങനെയാണല്ലേ കാണുക. 53 പിന്നെ 40. ഇതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 0 ഉണ്ടല്ലോ, അതൊന്നും പകുതി ഇവിടുത്തെ 2 0 ഒഴിവാക്കിയാൽ മതി. അപ്പൊ അതിന്റെ ആൻസർ ആ ഒരു 100 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയുള്ള ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് 53 2 0 അല്ലെ into 2. ഇത്ര രൂപയായിരിക്കും നമ്മുടെ കാറിന് കുറയുന്ന പ്രൈസ്. അതെത്രയാണ്? 53 into 2 ചെയ്തിട്ട് നമ്മൾ 2 0 ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം 53 into 2 ചെയ്യുമ്പോൾ നമുക്ക് 106 0. ഇത്ര രൂപ നമ്മുടെ കാറിന് വില കുറയും. നമ്മൾ അത് ഇതിന്റെ ആൻസർ എത്ര രൂപ കുറയുമെന്ന്, എത്ര രൂപ കുറയും എന്നതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇത്ര രൂപയാണ് കുറയാന്ന്. അടുത്തത് എന്താണ്? കാറിന്റെ അടുത്ത മാസത്തെ പുതിയ വില എത്രയാണെന്ന് നമ്മൾ കാണാം. പുതിയ വില കാണാൻ നമ്മൾ എന്ത് ചെയ്യും? പഴയ വില എത്രയാണ്? പഴയ വില ഇതാണ്, പഴയ പ്രൈസ് ഇതാണ്. അതിൽ നിന്ന് എത്ര രൂപയാണ് നമ്മൾ 2% എന്ന് പറഞ്ഞ എത്ര കിട്ടിയത്? ഇതല്ലേ, 600. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്താല് നമുക്ക് ആ ഒരു വില കിട്ടും. അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരിക? 519 പിന്നെ ഒരു 400. ഇത് എത്രയാണോ അത്രയും വില, അത്ര വിലയ്ക്കായിരിക്കും നെക്സ്റ്റ് മന്ത് മുതൽ അവർ കൊടുക്കുക. 1, 10, 100, 1000, 10,000, ലക്ഷം. 5,19,400. 5,90,400 rupees നെക്സ്റ്റ് മന്ത് മുതൽ അവർ ആ കാർ വിൽക്കുന്നത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താ അറിയോ? ന്യൂ മാത്സ് എക്സാം ഉണ്ടല്ലോ, നമ്മുടെ 6ാം ക്ലാസ്സിലൊക്കെ നടക്കുന്ന ഒരു എക്സാം ആണ്.
ആ എക്സാമിന് 1300 കുട്ടികളാണ് എന്ത് ചെയ്തത്, പങ്കെടുത്തത്. ആ എക്സാം എഴുതാൻ പോയത്. അത്രയ്ക്ക് ആളുകളില് 65% പേർക്ക് 25 മാർക്കിനേക്കാളും അതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടി. 25-നേക്കാളും കൂടുതൽ മാർക്ക് ആർക്ക് കിട്ടി? 65% ആൾക്ക് കിട്ടി. അപ്പോ എത്ര പേർക്കാണ് 25-നേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയത് എന്നാണ് ചോദ്യം. 1300 കുട്ടികളില് 65% ആളുകൾക്ക് 25-നേക്കാളും മേലെ മാർക്ക് കിട്ടി. അപ്പൊ എത്ര പേർക്ക് 25-നേക്കാളും മാർക്ക് കിട്ടി എന്നറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1300ന്റെ 65% എത്രയാണ് എന്ന് കാണണം. എങ്ങനെയാ നമ്മൾ കാണുന്ന? ഫസ്റ്റ് നമ്മൾ ആകെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് എഴുതാം. എന്നിട്ട് ഇതിന്റെ 65% അല്ലേ നമ്മൾ കാണേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 65% നമ്മൾ എങ്ങനെ എഴുതുക? 65 മുകളിൽ എഴുതിയിട്ട് അടിയിൽ 100 എഴുതാം. അപ്പൊ നമുക്ക് അത്ര പെർസെന്റേജ് ആളുകൾ കിട്ടും. അവിടെ നമ്മൾ ഇതിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 13. 13 × 65 എത്രയാണ്? 13 × 65 845. ഇതിന്റെ മീനിങ് 845 കുട്ടികൾക്ക് 25 മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയതാണ്. അതായത് 845 ആണ് 1300ന്റെ 65%. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാൻ. താങ്ക് യു.